السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين والصلاة والسلام على رسوله الأمين وعلى آله وصحبه الفائزين برضا الله. يا عباد الله اتقوا الله. وعن أبي مالك الحارث بن عاصم الأشعري رضي الله عنه قال رسول الله صلى الله عليه وسلم അത്തഹൂറു ഷത്റുൽ ഈമാൻ. സഹോദരങ്ങളെ, അള്ളാഹുവിനെ സൂക്ഷിക്കണമെന്ന് എന്നെയും നിങ്ങളെയും സഗൗരവം ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ മുത്തഖീങ്ങളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. ആമീൻ. അബീ മാലിക് ഹാരിസ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം ചെയ്യപ്പെട്ടിട്ടുള്ള ഒരു ഹദീസാണ് ഞാൻ നിങ്ങളെ കേൾപ്പിച്ചത്. ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിൻ്റെ 40 ഹദീസുകളിലെ 21ാമത്തെ ഹദീസ് നമ്പറായി രേഖപ്പെടുത്തിയതായി ഈ ഹദീസ് നമുക്ക് കാണാൻ കഴിയും. അതിൻ്റെ തലവാചകം മാത്രമാണ് ഞാൻ നിങ്ങളെ കേൾപ്പിച്ചത്. അത്തഹൂറു ഷത്റുൽ ഈമാൻ. ശുദ്ധി സത്യവിശ്വാസത്തിൻ്റെ പകുതിയാണ്. ഇസ്ലാം എന്ന് പറഞ്ഞാൽ ദീനുൽ ഇസ്ലാം എന്നൊക്കെ പറഞ്ഞ പോലെ ദീനു തഹൂറാണ്. ശുദ്ധിയുടെ വൃത്തിയുടെയൊക്കെ ഒരു മതമാണ്. മനുഷ്യൻ്റെ ആന്തരികവും ബാഹ്യവുമായ ശുദ്ധീകരണമാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത് ഇസ്ലാമിലൂടെ സാധ്യമാവണം. ശരീരവും മനസ്സും ശുദ്ധീകരിക്കാത്തവൻ ആരാധനാകർമ്മങ്ങൾ ചെയ്തതുകൊണ്ട് മാത്രം വിശുദ്ധനാവുകയില്ല. അല്ലാഹു പറഞ്ഞില്ലേ, ഇന്നമൽ മുശ്രിക്കൂന നജസുൻ. ബഹുദൈവ ആരാധന ചെയ്യുന്നവരൊക്കെ നജസാണെന്നാണ് പറഞ്ഞത്. കേൾക്കുമ്പോൾ അത്ഭുതം തോന്നും. ചില ആളുകളൊക്കെ നല്ല മരം കോച്ചുന്ന തണുപ്പത്ത് പോലും നല്ല തണുത്ത വെള്ളത്തിൽ മുങ്ങിക്കുളിച്ചാണ് അവർ വിശ്വസിക്കുന്ന ആരാധനാകർമ്മങ്ങൾ ചെയ്യുന്നത്. എന്നിട്ടും അവർ നജിസ് എന്നാണ് പറഞ്ഞത്. കുളിച്ച് വെളുത്ത വസ്ത്രം ധരിച്ച് ഇബാദത്തിൽ ഏറ്റവും വലിയ നിസ്കാരം കഴിഞ്ഞിട്ട് അള്ളാഹു അല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കുന്നവരുണ്ട്. അവരുടെ പേരും മുശ്രിക്കുകൾ എന്നാണ്. ഷിർക്ക് ചെയ്യുന്നവരൊക്കെ ആ പേരിലാണ് അറിയപ്പെടുക. അള്ളാഹു അല്ലാത്ത ഏതെങ്കിലും ഒരാൾ തന്നെ ഏതെങ്കിലും രൂപത്തിൽ സഹായിക്കും, അയാളിൽ നിന്ന് അല്ലെങ്കിൽ ആ വ്യക്തിയിൽ നിന്ന് ശക്തിയിൽ നിന്ന് എന്തെങ്കിലും ഉപദ്രവം ഉണ്ടാവും, ഗുരുത്തക്കേടുണ്ടാവും എന്നൊക്കെ വിശ്വസിക്കുന്ന ആ ഒരു രീതി ശാസ്ത്രത്തിനാണ് ഷിർക്ക് എന്ന് പറയുക. അതല്ലാതെ അവർക്ക് വേണ്ടി നിസ്കരിക്കലോ അവർക്ക് വേണ്ടി നോമ്പ് പിടിക്കലൊന്നുമില്ല. അള്ളാഹുവിന് വേണ്ടി നിസ്കരിക്കുകയും അള്ളാഹുവിന് വേണ്ടി നോമ്പ് പിടിക്കുകയും ചെയ്യുന്നു. അക്കൂട്ടത്തിൽ ഫലാ തദ്ഉ മഅല്ലാഹി അഹദ. എന്തൊരു പ്രയോഗം അത്! അള്ളാഹിൻ്റെ കൂടെ നിങ്ങൾ വേറെ ആരെയും വിളിച്ച് പ്രാർത്ഥിക്കരുത്. പ്രാർത്ഥന അള്ളാഹിനോട് കഴിഞ്ഞ് ഉടനെ കൂട്ടത്തിൽ തന്നെ പുട്ടിന് വേഗട്ടതുപോലെയാണ്. ഞാൻ എപ്പോഴും പറയാറില്ലേ, പടിഞ്ഞാട്ട് തിരിഞ്ഞ് ഇയ്യാക്കന അബ്ദു ഇയ്യാക്കന നസ്തഈൻ എന്ന് പറഞ്ഞ ഡയറക്ഷൻ മാറുകയാണ്. കിഴക്കോട്ട് തിരിഞ്ഞിരിക്കുമ്പോഴേക്കും അള്ളാഹു ഇല്ലാത്തവരിലേക്ക് പോകുന്നു. അതേപോലെ അതേ മുസല്ലയിൽ, അതേ മെഹ്റാബിൽ, അതേ ആൾ, അതേ പള്ളിയിൽ ഒന്നും കൊണ്ട് വശം തിരിയുമ്പോഴത്തേക്ക് അള്ളാഹ് പറഞ്ഞ എന്താ, നിങ്ങൾ എവിടെ തിരിഞ്ഞാലും അവിടെ അള്ളാഹുവിൻ്റെ മുഖം, അള്ളാഹുവിനെ ദർശിക്കാൻ കഴിയണം. അതാണ് വിശ്വാസം. അപ്പം അതുകൊണ്ട് അതില്ലാത്ത ഒരാൾ എത്ര ആരാധനാകർമ്മങ്ങളും ഈമാനും ഒക്കെ ചെയ്താലും ദിക്റുകളും ഔറാദുകളും ചെയ്താലും അതൊക്കെ അർദ്ധഭാഗം മാത്രമാണ്. എന്തില്ലാതെ? വൃത്തിയില്ലാതെ, ശുചിയില്ലാതെ. അർദ്ധഭാഗം പൂർത്തിയാകണമെങ്കിൽ ശുചി ഉണ്ടാവണം. അതെങ്ങനെയാ? കഴുകി വൃത്തിയാക്കുന്നത് കൊണ്ടല്ല, ശരീരം വൃത്തിയാക്കുന്നതുകൊണ്ട് മാത്രമല്ല, മനസ്സും വൃത്തിയാക്കണം. ശുചിത്വം, പരിസര വൃത്തീകരണം, സാമൂഹികമായ ശുചിത്വപാലനം എന്നൊക്കെ പറഞ്ഞാൽ അത് ഗവൺമെൻറ് നടപ്പിലാക്കേണ്ടുന്ന ഒരു സംവിധാനം മാത്രമല്ല, ഓരോ വിശ്വാസിയുടെ ഈമാനിൻ്റെ ഭാഗമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈമാനിനെ ഇങ്ങനെ 70 പാർട്ടായി വെച്ചിട്ട് അതിൽ ഏറ്റവും വലിയ പാർട്ടാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഏറ്റവും ചെറിയ പാർട്ടാണ് ഇമാതത്തുൽ അദാ അനി ത്വരീഖി, വഴിയിൽ നിന്ന് മാലിന്യം നീക്കം ചെയ്യുക എന്നുള്ളത്. ഈമാനിൻ്റെ പൂർണ്ണത കൈവരിക്കണമെങ്കിൽ തീർച്ചയായും അത് ആവശ്യമാണ്. അള്ളാഹിൻ്റെ തൃപ്തിയാണോ ആവശ്യപ്പെടുന്നത്, ഉദ്ദേശിക്കുന്നത്? അല്ലാഹ് പറയാ പരിശുദ്ധ ഖുർആനിൽ 2-ാം അധ്യായം 222-ാമത്തെ ആയത്ത്, ഇന്നല്ലാഹു യുഹിബ്ബു തവ്വാബീന വ യുഹിബ്ബുൽ മുതതഹിരീൻ. തീർച്ചയായും അള്ളാഹു തൗബ ചെയ്യുന്നവരെയും ശുദ്ധി ഉള്ള ആളുകളെയും ഇഷ്ടപ്പെടുന്നു. അപ്പോൾ ആ തൗബയിൽ കൂടി ഒരു ശുദ്ധീകരണം, അതാണ് മാനസികമായ ശുദ്ധീകരണം. രണ്ടും വേണം. ആന്തരികവും ബാഹ്യവുമായ ശുദ്ധി ഇസ്ലാം ഒരാൾക്ക് നൽകുന്ന ഏറ്റവും വലിയ ഗുണമാണ്. അത് പൂർത്തീകരിക്കുന്നതോടുകൂടി തന്നെയാണ് വിശ്വാസവും കർമ്മവും സ്വീകരിക്കപ്പെടുവാൻ കഴിയുന്ന ഒരവസ്ഥയിലേക്ക് അയാൾ മാനസികമായും ശാരീരികമായും എത്തിച്ചേരും. അത്തരം കർമ്മങ്ങൾ നിർവഹിക്കുമ്പോൾ ആന്തരികവും ബാഹ്യവുമായ ശുദ്ധീകരണത്തിലൂടെ ഇബാദത്തുകൾ നിർവഹിക്കുവാനും അത് അള്ളാഹു കബൂൽ ചെയ്യുന്ന അമലുകളുടെ കൂട്ടത്തിൽ ഉൾപ്പെടാനുമുള്ള തൗഫീഖ് നമുക്ക് ഏവർക്കും
നൽകി അനുഗ്രഹിക്കട്ടെ. മനുഷ്യ സഹജമായി വന്നുപോകുന്ന ചെറുതും വലുതുമായ എല്ലാ തെറ്റുകുറ്റങ്ങളും അള്ളാഹു നമുക്ക് ഏവർക്കും വിട്ടുപുറത്ത് മാപ്പാക്കി തന്ന് നമ്മെ അനുഗ്രഹിക്കട്ടെ. നമ്മിൽ നിന്നും മരണപ്പെട്ടവർക്ക് അള്ളാഹു മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കട്ടെ. അവരുടെ ബർസഖിയായ ജീവിതം അള്ളാഹു റാഹത്താക്കി കൊടുക്കട്ടെ. ജീവിച്ചിരിക്കുന്നവരിൽ രോഗികളായ ആളുകൾക്ക് ഷാഫിയായ റബ്ബ് ആജിലും കാമിലുമായ ഷിഫ നൽകി അനുഗ്രഹിക്കട്ടെ. ആഫിയത്തും ദീർഘായുസ് നൽകി അനുഗ്രഹിക്കട്ടെ. അവനവൻ്റെ ഇബാദത്തുകളും ഔറാദുകളും മറ്റു തര കാര്യങ്ങളും നിർവഹിക്കുവാൻ ആവശ്യമായ സിഹത്തും താഖത്തും ആഫിയത്തും അള്ളാഹു എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കട്ടെ. ഉപജീവനത്തിൽ അള്ളാഹു ഖൈറും ബറക്കത്തും വർഷിച്ച് നമ്മെ അനുഗ്രഹിക്കട്ടെ. ശാരീരികവും സാമ്പത്തികവും മാനസികവുമായ പ്രയാസങ്ങളിൽ നിന്ന് അള്ളാഹു നമുക്ക് രക്ഷയും സമാധാനവും ആശ്വാസവും നൽകി അനുഗ്രഹിക്കട്ടെ. നമ്മോട് ദുആക്ക് വസിയത്ത് ചെയ്തവരുടെ നല്ല മുറാദുകൾ അള്ളാഹു ഹാസിലാക്കുകയും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും അള്ളാഹു എളുപ്പമാക്കുകയും ചെയ്യട്ടെ. ഈമാനും ഇഖ്ലാസും തഖ്വയുമുള്ളവരായി ജീവിക്കുവാനും ജീവിതാന്ത്യം വരെ മുത്തഖീങ്ങളായി ജീവിക്കുവാനും മരണസമയത്ത് അഫ്ളൽ ദിക്ർ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമ കാമിലായ ഈമാനോടുകൂടി പറഞ്ഞ് മരണം സമയത്ത് പുഞ്ചിരിയോടുകൂടി മരിക്കാനും ഭാഗ്യം ലഭിക്കുന്ന മുത്തഖീങ്ങളിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. നാളെ പാരത്രികമായ ലോകത്ത് അമ്പിയാക്കളും മുർസലുകളും ഔലിയാക്കളും സലഫുസ് സാലിഹുകളും സിദ്ദീഖുകളും ശുഹദാക്കളുമുള്ള സ്വർഗ്ഗത്തിൽ പ്രവേശിക്കുവാൻ സാധുക്കളായ നമ്മുടെ മാതാപിതാക്കൾക്കും നമുക്കും കൂട്ടുകുടുംബങ്ങൾക്കും അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. അല്ലാഹുമ്മ യഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി യാ ഖാദിയൽ ഹാജാത്ത് റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം വഗ്ഫിർ ലനാ യാ ഗാഫിറൽ മുദ്നിബീൻ റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുർരിയാതിനാ ഖുർറത അയുനിൻ വജഅൽനാ ലിൽ മുത്തഖീന ഇമാമാ റബ്ബനാ ളലംനാ അൻഫുസനാ വഇല്ലം تغفر لنا وترحمنا لنكونن من الخاسرين ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار آمين 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 برحمتك يا أرحم الراحمين سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك السلام عليكم ورحمة الله وبركاته.